നമ്മൾ ഈ ജെൻസി പിള്ളേരുടെ ഒരു കാര്യം. അവര് സമരത്തിനിറങ്ങിയിട്ട് തടയാമെന്ന് പോലീസുകാരോട് അങ്ങോട്ട് പോയി ചോദിക്കുന്നു, എല്ലാം നിങ്ങൾ ടിയർ ഗ്യാസിന്റെ ഏർപ്പാടൊന്നും ആക്കിയിട്ടില്ലേ, ജലപീരങ്കി ഒന്നും ഇല്ലേ? എന്നിട്ട് ഈ ജലപീരങ്കി വന്നിട്ട് അവർ അടിക്കുമ്പോൾ അതിനെ അവർ റെയിൻ ഡാൻസ് ആക്കിയിട്ട് മാറ്റുകയാണ്. അടിച്ചു പൊളിക്കുന്നു പിള്ളേർ. അതേപോലെ ടിയർ ഗ്യാസ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് തിരിച്ച് ഫുട്ബോൾ കളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചവിട്ടി തെറിപ്പിക്കാം. പിന്നെ ഇവർ വെക്കുന്ന ബാരിക്കേഡ് ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ബാഡ്മിന്റൺ കളിക്കുക. ബാരിക്കേഡ് ഉന്തുവണ്ടിയാക്കിയിട്ട് നമ്മൾ ചെറുതിൽ സൈക്കിൾ ഉരുട്ടിട്ട് കളിക്കുന്നില്ലേ, അതേപോലെ ഉരുട്ടി കളിക്കുക. അതേ ബാരിക്കേഡിനെ വെച്ചിട്ട് തന്നെ ഒരു ഭാഗത്ത് നിന്ന് ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വേറെ കുറച്ച് പിള്ളേർ കോമിക് കഥാപാത്രങ്ങൾ, ബാറ്റ്മാന്, സൂപ്പർമാന്, സ്പൈഡർമാന് ഇങ്ങനത്തെ എല്ലാം വേഷം ധരിച്ചിട്ട് അവിടെ എൻ്റർടൈൻമെൻറ്റ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുമ്പം മറ്റേ ഗൗരവത്തിലുള്ള മുദ്രാവാക്യം വിളിച്ച് മുഷ്ടിയും ചുരുട്ടി ഇങ്ങനെ നടക്കുകയാണ്. അവരങ്ങനെയല്ല. അവർ ആ വേദനയും പോലീസിൻ്റെ ലാത്തി അടികൊണ്ടും ഈ ടിയർ ഗ്യാസിൻ്റെ കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടുള്ള കണ്ണിനുള്ള ആ വേദനയും സഹിച്ചുകൊണ്ടിട്ടും അവർ എന്നിട്ടും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആസ്വദിച്ച് റീല് പിടിച്ച് എൻ്റർടൈൻമെൻ്റ് ആക്കി ഒരു സമരം എങ്ങനെ കൊണ്ടുപോയി നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പിള്ളേർ. ഇതൊക്കെ അവരെ കൊണ്ടേ പറ്റൂ, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് ഞാൻ ഈ പറഞ്ഞതിന് ശേഷം അതിൻ്റെ വീഡിയോ ഇടാം, ഒരു സാമ്പിൾ കണ്ടോ നിങ്ങൾ. പിന്നെ ഇതിനോടൊന്നിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ പിള്ളേരെ എതിർക്കുന്ന സോഷ്യൽ മീഡിയയിലും നാട്ടിലും എല്ലാം എതിർക്കുന്ന കുറേ സംഖ്യയുണ്ടല്ലോ, അവരോട് ഭാവിയിൽ അവരുടെ കുട്ടികൾ ചോദിക്കും, അച്ഛാ നിങ്ങളുടെ നേതാക്കൾ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തെടുക്കുമായിരുന്നു? അന്ന് നിങ്ങൾ മറുപടി പറയും, മോദി വായിലിട്ട് തന്ന മതമെന്ന ഇഞ്ചിമിഠായി നുണനെ നമ്മളിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എന്ന്. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. ऐसा टीयर गैस की व्यवस्था नहीं है, कुछ व्यवस्था आप लोग नहीं करके, वाटर कैनन का ठंडा पानी उनी भी नहीं व्यवस्था है।